CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷമുള്ള ആദ്യ യോഗമാണ് ഇന്നത്തേത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ LDF മത്സരിക്കുന്ന സീറ്റിലേക്കുള്ള CPIM സ്ഥാനാർത്ഥിയെ ഇന്ന് തീരുമാനിച്ചേക്കും. തെരഞ്ഞെടുപ്പിൻ്റെ പൊതുവിലയിരുത്തൽ കൂടി ഇന്നത്തെ ഈ യോഗത്തിൽ ഉണ്ടാകും. ഇപ്പോൾ വിജിനാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. വിജിൻ, ഗുഡ് മോർണിംഗ്. വിജിൻ രാവിലെ AKG സെൻറ്ററിന് മുൻപിൽ നിന്നാണ് നമ്മളുടെ മുമ്പിലേക്ക് ഗുഡ് മോർണിംഗ് കേരളത്തിൽ ഗുഡ് മോർണിംഗ് തത്സമയ വിവരങ്ങളുമായി രാവിലെ ഗുഡ് മോർണിംഗ് കേരളത്തിൽ എത്തിയിട്ടുള്ളത്. വിജിൻ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ പരാജയത്തിന് ശേഷം CPIMൻ്റെ ആദ്യ സെക്രട്ടേറിയറ്റ് യോഗം എന്ന പ്രത്യേകതയുണ്ട്. സ്വാഭാവികമായും അതിൻ്റെ ഒരു പ്രാഥമിക വിലയിരുത്തലിലേക്ക് പോകാം. CPIMൻ്റെ ഒരു രീതി അനുസരിച്ച് ജയമായാലും പരാജയമായാലും വളരെ ഗൗരവമായി വളരെ ആഴത്തിൽ ഇത് ഓരോന്നും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിൽ വെച്ച് നോക്കിയാൽ BJPക്ക് ലഭിച്ച വോട്ട് വർധനവിൻ്റേതായ സാഹചര്യം അത് ഇടതുപക്ഷത്തെ CPIMനെ ഏതൊക്കെ തരത്തിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് പരിശോധിക്കേണ്ടതായിട്ടുള്ള പ്രശ്നമുണ്ട്. UDFനും LDFനും വോട്ട് നഷ്ടം വന്നിട്ടുണ്ട് എന്ന് ഇതിനോടകം തന്നെ CPIM വിലയിരുത്തിയിട്ടുണ്ട്. അതൊരു പ്രശ്നം. രാജ്യസഭാ സ്ഥാനാർത്ഥി ആര് എന്നറിയാനുള്ള സാഹചര്യം അറിയേണ്ടതായിട്ടുള്ള ഒരു ഘട്ടം. അപ്പോൾ ഇതെല്ലാം ഇന്നത്തെ ഒരു സെക്രട്ടേറിയറ്റിൻ്റെ ഒരു ആലോചന വിഷയങ്ങളായി വരാൻ ഇടയുണ്ടോ? തീർച്ചയായും ശരത്ത്, അങ്ങനെ തന്നെയാണ്. 2019 സമാനമായ രീതിയിലുള്ള ഒരു പരാജയമാണ് ഇടതുപക്ഷത്തിന് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഉണ്ടായത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അതിൽ ഒരു പ്രാഥമികമായ ചർച്ച, ഏത് രീതിയിലുള്ള പരാജയം, ഏത് മേഖലകളിൽ നിന്നൊക്കെയാണ് വോട്ട് വിഹിതത്തിൽ കുറവുണ്ടായത് എന്ന കാര്യം ഒക്കെ ഉള്ള ഒരു പ്രാഥമികമായ ചർച്ചയായിരിക്കും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നടക്കുക. നേരത്തെ തന്നെ നേതാക്കൾ EP ജയരാജനും ഒപ്പം തന്നെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും മുഖ്യമന്ത്രിയും ഒക്കെ വിശദീകരിച്ചത് പരാജയം ഉണ്ട്, അത് ആഴത്തിൽ തന്നെ ഉള്ള പരിശോധനയിലേക്ക് CPIM വിധേയമാക്കും എന്നാണ് പറഞ്ഞിരുന്നത്. എന്തായാലും പറയുമ്പോൾ തന്നെ അടിത്തട്ടിൽ ഉള്ള ഒരു സംഘടനാപരമായ വീഴ്ച വലിയ രീതിയിൽ ഉണ്ടായിട്ടില്ല, വോട്ട് ഷെയറിൽ വലിയ തരത്തിലുള്ള കുറവുണ്ടായിട്ടില്ല എന്ന വിലയിരുത്തലും പ്രാഥമികമായി നേതാക്കൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു അവലോകനമായിരിക്കും ഈ സെക്രട്ടേറിയറ്റിൽ ഉണ്ടാവുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 1% വോട്ടാണ് കഴിഞ്ഞ 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് CPIMന് നഷ്ടമായിട്ടുള്ളത്. എന്നാൽ കണക്കുകൾ പ്രകാരം UDFന് ഏകദേശം 5% ഈ വോട്ട് ഷെയറിൽ കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക്. ഒപ്പം തന്നെ ഈ BJP തൃശ്ശൂരിലെ വിജയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായ പരിശോധനയ്ക്ക് തന്നെ CPIM വിധേയമാക്കും എന്നുള്ളത് തന്നെയാണ് നേതാക്കൾ നൽകുന്ന സൂചന. അടിത്തട്ടിൽ നിന്നുള്ള ഈ ബൂത്ത് തലം മുതലുള്ള എന്ത് തരത്തിലുള്ള വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന വിശദമായ പരിശോധനയിലേക്ക് CPIM പിന്നീട് കടക്കും. അതിന് അടുത്ത ആഴ്ച CPIMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും ഒപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റി യോഗവും 5 ദിവസം നീണ്ടു നിൽക്കുന്ന നേതൃയോഗങ്ങൾ ചേരുന്നുണ്ട്. അതിലായിരിക്കും വിശദമായ ഒരു പരിശോധനയിലേക്ക് നീങ്ങുക. എന്തായാലും ഇപ്പോൾ പ്രാഥമികമായ ഒരു പരിശോധന തന്നെയാകും ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ശരത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അതിൽ ഉള്ള ആരെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കണം, ഏതൊക്കെ രീതിയിൽ LDFൽ ഈ രാജ്യസഭാ സ്ഥാനാർത്ഥികളുടെ നിർണയം പൂർത്തിയാക്കണം എന്ന കാര്യത്തിലുള്ള ചർച്ചയുണ്ടാകും. നേരത്തെ തന്നെ CPIയും ഒപ്പം തന്നെ കേരള കോൺഗ്രസും മറ്റ് ഘടകകക്ഷികൾ ഉൾപ്പെടെ ഈ സീറ്റിനായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അവർ പരസ്യമായി അക്കാര്യം പറയുകയും ചെയ്തു. ആ ഘട്ടങ്ങളിൽ എല്ലാം LDF കൺവീനർ ഉൾപ്പെടെയുള്ളവർ വിശദീകരിച്ചത് LDF യോഗത്തിൽ ചർച്ച ചെയ്ത ശേഷമായിരിക്കും ഇതിലൊരു തീരുമാനമുണ്ടാവുക. എല്ലാ ഘടകകക്ഷികളുമായും ഇക്കാര്യത്തിൽ ചർച്ച നടത്തും എന്ന കാര്യമാണ് ഈ EP ജയരാജൻ തന്നെ വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ CPIM സംസ്ഥാന സെക്രട്ടറിയും അക്കാര്യം വിശദീകരിക്കുകയും ചെയ്തു. എന്തായാലും ഇക്കാര്യത്തിലുള്ള ഒരു പ്രാഥമികമായ ചർച്ചയും ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം മറ്റൊരു കാര്യം എന്നുള്ളത് ഈ LDFൻ്റെ ഏക MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട K രാധാകൃഷ്ണൻ MP ആയി പോകുന്നു. മന്ത്രിസഭയിൽ ഒരു ഒഴിവുണ്ടാകാൻ പോകുന്നു. ആ ഒഴിവ് നികത്തും എന്നാണ് LDF കൺവീനർ ഇന്നലെ തന്നെ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ആരെ ഈ പുതുതായി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണം എന്ന കാര്യത്തിലും ഒരു പ്രാഥമിക ചർച്ച നടക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ K രാധാകൃഷ്ണൻ വിജിൻ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയമായി ആകാംക്ഷയോടെ ആളുകൾ കാത്തിരിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, രാജ്യസഭയിലേക്ക് പോകാൻ മത്സരരംഗത്തേക്ക് വരുന്ന CPIM സ്ഥാനാർത്ഥി ആര് എന്നുള്ളത്. അതുപോലെ തന്നെ സംസ്ഥാനത്തെ പിണറായി മന്ത്രിസഭയിലേക്ക് വരുന്ന പുതിയ മന്ത്രി ആര്. ഇതൊക്കെ CPIM തീരുമാനിക്കാൻ പോകുന്ന
കാര്യങ്ങളാണ്. അതൊക്കെ ആ നിലയ്ക്ക് അതിൻ്റെയൊക്കെ ഒരു പ്രാരംഭം എന്ന നിലയിൽ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ കാണാവുന്നതാണ്. പക്ഷേ വിജിൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, അടുത്തയാഴ്ച സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും ചേരുന്നുണ്ട്. ഏതാണ്ട് 5 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന വിധത്തിലാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ഏറ്റവും സൂക്ഷ്മമായ ഒരു വിലയിരുത്തലിലേക്ക് CPIM നടക്കുന്നത് സ്വാഭാവികമായും അവിടെയാകും. അതിനു മുമ്പ് ഈ കീഴ്ഘടകങ്ങൾ, ജില്ലാ കമ്മിറ്റികളെല്ലാം ചേർന്ന് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച ഒരു വ്യക്തമായ വിലയിരുത്തൽ നടത്തി അതടക്കം സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുന്ന തരത്തിലേക്ക് അതിൻ്റെ പരിശോധനകളിലേക്ക് CPIM ആ മീറ്റിങ്ങുകളിലൂടെ കടക്കും എന്നാണോ കരുതേണ്ടത്? അതുപോലെ തന്നെ ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി തന്നെ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്യുന്നുണ്ട് വൈകിട്ട്. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി കൂടി മനസ്സിലാക്കി അതിൽ നിന്ന് കാര്യങ്ങൾ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് സർക്കാരിനെ കുറെ കൂടെ മികവോടെ ജനങ്ങൾക്ക് മുമ്പിലേക്ക് കൊണ്ടുപോവുക, ജനങ്ങൾക്ക് ഉപകാരപ്പെടും വിധത്തിലേക്ക് ജനങ്ങൾക്ക് മുമ്പിൽ ആ സർക്കാരിനെ അവതരിപ്പിക്കുക, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചുവടുവെപ്പായി ഇന്നത്തെ പ്രോഗ്രസ് കാർഡിൻ്റെ പ്രകാശനത്തെ CPIM കാണുന്നുണ്ടോ ഈ തിരിച്ചടികൾക്കിടയിലും? ശരത്, തീർച്ചയായും കഴിഞ്ഞ LDF സർക്കാർ, പിണറായി സർക്കാർ അധികാരത്തിൽ എത്തിയതിനു ശേഷം എല്ലാ വർഷവും കൃത്യമായി പ്രോഗ്രസ് റിപ്പോർട്ടുകൾ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചുകൊണ്ടായിരുന്നു LDF സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളിച്ച കാര്യങ്ങളിൽ ഏതെങ്കിലും കാര്യങ്ങൾ നടപ്പിലാക്കി എന്നതുൾപ്പെടെ ജനങ്ങളോട് വിശദീകരിക്കുന്നതാണ് പ്രോഗ്രസ് റിപ്പോർട്ട്. സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളും പരിപാടികളും ഒക്കെ അതിൽ വിശദീകരിക്കുകയും ചെയ്യും. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ MV ഗോവിന്ദൻ മാസ്റ്ററും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ തന്നെ വ്യക്തമാക്കിയത് ഏതെങ്കിലും രീതിയിൽ ഭരണത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അത്തരം തിരുത്തലുകൾ കൂടി നടത്തി മുന്നോട്ട് പോകും എന്നാണ്. നിലവിൽ എന്തായാലും CPIM അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരോ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്ന കാര്യത്തിലേക്ക് പ്രാഥമികമായ അത്തരം വിലയിരുത്തലുകളിലേക്ക് എത്തിയിട്ടില്ല. അതിന് ഏറ്റവും ഉദാഹരണമായി അവർ തന്നെ ചൂണ്ടിക്കാട്ടുന്നൊരു കാര്യം K രാധാകൃഷ്ണന്റെ വിജയമാണ്. മന്ത്രിസഭയിലെ ഒരു അംഗമായ K രാധാകൃഷ്ണനെ മത്സരത്തിന് ഇറക്കിയപ്പോൾ അദ്ദേഹത്തിന് 20,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ UDF വലിയ തരത്തിൽ വിജയിച്ച ആലത്തൂരിൽ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ഭരണപരമായ പരാജയത്തിലേക്കൊന്നും ഈ ഘട്ടത്തിൽ കടന്നിട്ടില്ല, അത്തരമൊരു ചർച്ചയിലേക്ക് കടന്നില്ല. പക്ഷേ തീർച്ചയായും ഇതിൽ തിരുത്തലുകളും മാറ്റങ്ങളും കൂടുതൽ പദ്ധതികൾ ഉൾപ്പെടെ ജനകീയ പദ്ധതികളിലേക്ക് കടക്കുന്നതിനാവശ്യമായ നടപടികളും ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. അത് LDFും ഒപ്പം തന്നെ CPIM ഒക്കെ ചർച്ച ചെയ്ത ശേഷമായിരിക്കും തീരുമാനിക്കുക. എന്തായാലും ഇന്ന് ഇപ്പോൾ LDF സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് കൂടി പുറത്തിറക്കാൻ പോകുന്നു. നിലവിൽ എന്തൊക്കെ കാര്യങ്ങൾ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ നടപ്പിലാക്കി എന്ന കാര്യങ്ങൾ, ഒപ്പം തന്നെ മറ്റു തരത്തിലുള്ള പദ്ധതികൾ എന്തൊക്കെ നടപ്പിലാക്കി, എന്തൊക്കെ പ്രതിസന്ധിയിലൂടെയാണ് സർക്കാർ കടന്നു പോകുന്നത് എന്ന കാര്യങ്ങൾ ഒക്കെ വിശദീകരിക്കും. ശരത്, റൈറ്റ്. ശരി, വിജിനാണ് ഈ വിശദാംശങ്ങൾ നൽകിയത്. ഇന്ന് മുഖ്യമന്ത്രി സംസ്ഥാന സർക്കാരിൻ്റെ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ പ്രവർത്തനത്തെ വിലയിരുത്തുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കുമ്പോൾ അത് സ്വാഭാവികമായും ഈ സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കുള്ള വിമർശനങ്ങൾക്കുള്ള മറുപടി കൂടിയാണ്. എങ്ങനെയാണ് ഈ സർക്കാർ ഈ ഒരു വർഷക്കാലം പ്രവർത്തിച്ചത്, ഏതൊക്കെ കാര്യങ്ങൾ നടപ്പാക്കി, ഏതൊക്കെ വിഷയങ്ങൾ ഏറ്റെടുത്തു, പൂർത്തീകരണം എത്രമാത്രം, ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടിയാണ്. ഇത് ഏതാണ്ട് ഈ വർഷത്തെയോ ഈ സമയത്തെ മാത്രം ഒരു പ്രത്യേകതയുമല്ല. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം മുതൽ എല്ലാ വർഷവും അതിൻ്റെ വാർഷിക വേളയിൽ നമ്മൾ കണ്ടുവരുന്നതുമാണ്. ആ രീതിയിൽ പ്രതിപക്ഷത്തിന് അടക്കം അത് മനസ്സിലാക്കാനും അതിനനുസരിച്ച് സർക്കാരുമായി സംവദിക്കാനും ഒരു അവസരമാണ്. അങ്ങനെ ഒരു തുറന്ന സാഹചര്യം സർക്കാർ വീണ്ടും ഈ വർഷവും ഒരുക്കുന്നു എന്നുള്ളതാണ് ആ പ്രത്യേകത. അപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചു എന്ന് പ്രതിപക്ഷം പറയുന്നൊരു ഘട്ടത്തിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെതായൊരു വോട്ടിംഗ് പാറ്റേൺ ഉണ്ട്. 19 പോലെ തന്നെ അത് വീണ്ടും പ്രതിഫലിക്കുന്ന സാഹചര്യം വന്നു. പക്ഷേ അപ്പോഴും CPIM അടക്കമുള്ള പാർട്ടികൾ വിലയിരുത്തേണ്ടതായ ഗൗരവമായ വശം കേരളത്തിനുള്ളിൽ ഒട്ടുമിക്ക സീറ്റിൽ ഇപ്പോൾ K സുരേന്ദ്രന് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടു. അതടക്കം ഏതാണ്ട് 10-നടുത്ത് സീറ്റുകളിൽ BJPക്ക് ആ നിലയിൽ ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ പൊതുവിൽ BJPയുടെ വോട്ട് ശതമാനം ഉയരുന്നുണ്ട്. കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ ഇടയായിട്ടുണ്ട്. അവിടെ കോൺഗ്രസിന് സംഭവിച്ച വലിയ ക്ഷീണമുണ്ട്. തൃശ്ശൂരിലെ K മുരളീധരൻ 3-ാം സ്ഥാനത്തേക്ക് പോവുകയും വലിയ വോട്ട് ചോർച്ച ഉണ്ടാവുകയും അത് BJPക്ക് സഹായകരമായി മാറുകയും ചെയ്തിട്ട് അത് കോൺഗ്രസിനകത്തുണ്ടാക്കിയ ഒരു വലിയ പൊട്ടിത്തെറി ഇപ്പോൾ നമ്മൾ വാർത്തകളിൽ കണ്ടതാണ്. അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ വിശദമായി തന്നെ BJPയുമായി ബന്ധപ്പെട്ട ഈ വോട്ട് ശതമാനത്തിലെ അവരുടെ വളർച്ച അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഏതൊക്കെ തരത്തിൽ സ്വാധീനിക്കുന്നു എന്നതടക്കം വിലയിരുത്തുന്നതിലേക്ക് CPIM കടക്കുകയാണ്. ആ നിലയിൽ അടുത്ത ആഴ്ച വിശദമായ നേതൃയോഗങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും ചേരുന്നുണ്ട്. ഇന്ന് സർക്കാർ പ്രോഗ്രസ് കാർഡ് ഇറക്കി ജനങ്ങൾക്ക് മുമ്പാകെ വെച്ചുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ വേഗതയോടെ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന രാഷ്ട്രീയ സന്ദേശം വ്യക്തമായി തന്നെ ജനങ്ങൾക്ക് മുമ്പിൽ ഇന്നത്തെ ഈ ദിവസം അവതരിപ്പിക്കുന്നു. അതുപോലെ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്ത് ചേരുന്നു. രാജ്യസഭയിലേക്ക് ആരാണ്
ആരാണ് മത്സരിക്കുക എന്നത് ഒരുപക്ഷെ ഇന്ന് ആലോചനയായേക്കാം. തീരുമാനമായി പ്രഖ്യാപനമാകുമോ എന്ന് പറയാനൊന്നും കഴിയില്ല. അത്തരമൊരു വിവരമുണ്ട്. ഇതെല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ മന്ത്രി ആര് എന്ന ചർച്ചയും ഒക്കെ നമ്മുടെ നാട്ടിൽ വളരെ സജീവമായിട്ടുണ്ട്. ഈ പശ്ചാത്തലമൊക്കെ ഇന്നത്തെ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ ഇടം പിടിക്കുന്നുണ്ട്.